അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഡാൽബി ഇമ്മാനുവൽ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ നമുക്ക് വിലയിരുത്താം ഇതുപോലെ പെൺകുട്ടികൾക്ക് നേരെയെല്ലാം അക്രമങ്ങൾ ഇതുപോലെ നിയമത്തെ ഒരു പേടിയുമില്ലാതെ നടത്തപ്പെടുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഇന്ന് കൊച്ചിയിലുണ്ടായ സംഭവം സത്യത്തില് ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത്തരമൊരു ദൗർഭാഗ്യകരമായ സംഭവം നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഇപ്പോൾ അന്വേഷണം പ്രിലിമിനറി സ്റ്റേജിലാണ്. നമുക്കിതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എങ്കിൽ പോലും ഈ വിഷ്വൽസ് നിന്ന് കാണുമ്പോൾ ഈ പ്രതി പട്ടികയിൽ 2 പെൺകുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തൊരു ഇതിന്റെ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഈ വെളുപ്പിന് 4:30 മണിക്ക് ഇവർ ജോലി കഴിഞ്ഞ് വരുന്നു എന്ന് പറയുന്നു. വേറൊരു കൂട്ടർ പ്രതികളായവർ അവിടെ കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ ആ റൂട്ടിൽ ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നതിന് ഇതിന്റെ വേറെന്തെങ്കിലും മുൻ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത് തന്നെയാണ്. പിന്നെ എന്ത് കമന്റ് അടിച്ചാലും ഇത്ര ബ്രൂട്ടലായ ഒരു അറ്റാക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മളുടെ കേരളത്തെ കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടാക്കണം. ഇവരതുപോലെ തന്നെ മയക്കുമരുന്നിന് വല്ല മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതൊക്കെ ഡോക്ടർ പരിശോധനയിലേക്കാണ് തെളിഞ്ഞു വരികയുള്ളൂ. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മളുടെ പൊതുസമൂഹത്തിൽ നിന്നും അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെയധികം ജാഗ്രത ഉണ്ടാവണം. പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള നഗരം ഒരു മെട്രോ സ്റ്റേഷൻ, ഒരു മെട്രോ നഗരമാണ്. അപ്പൊ മെട്രോ നഗരത്തിൻ്റെതായ എല്ലാ ദൗർബല്യങ്ങളും ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ എറണാകുളം രാത്രി പകല് പോലെ തന്നെയാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും സഞ്ചരിക്കുന്നു, കഫേകളിൽ പോകുന്നതെല്ലാം നമുക്ക് സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ്. പക്ഷേ എന്താ പറയാ, നമ്മൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഒരു സംയമനം ഒക്കെ ഉണ്ടാവേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ ആരെയും ഒരു ഭാഗം പറയുകയോ അല്ലെങ്കിൽ ആക്ഷേപിക്കുകയോ ചെയ്യുകയല്ല, ഒരു സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇതിന്റെ അസമയത്തുണ്ടാകുന്ന സംസാരങ്ങൾ ഒഴിവാക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പിന്നെ കൂടുതലായിട്ടൊരു അഭിപ്രായം പറയണമെങ്കിൽ ഇതിന്റെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം കഴിയാണ്ട് നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അത് പോലീസിന്റെ ഒരു അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തോടുകൂടി നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എന്ത് പറഞ്ഞാലും കേരളത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ കേരളം ഭയക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നത് കേരളത്തെ സംബന്ധിച്ച് അപമാനകരമാണ്. അതിൽ സംശയമൊന്നുമില്ല. മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഈ സാമൂഹിക പശ്ചാത്തലങ്ങൾ മാറി വരുന്നു എന്ന് വെച്ചാൽ ഒരു സംസ്കാരത്തിന്റെ ഒരു രീതിയൊക്കെ മാറി വരുന്നതിന്റെ ഒരു ബഹിർസ്ഫുരണമായിട്ട് നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുമോ? ഇതൊരു മുന്നറിയിപ്പാണോ? കാരണം വരും നാളുകളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അടക്കമുള്ള, കാരണം ഇന്ന് സ്ത്രീകളും പുരുഷന്മാരുമാണെങ്കിലും അവര് കൂട്ടുകാരെ പോലെ നടക്കുന്ന, അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ സംസ്കാരമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, ഇതില് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹത്തിൽ വരുന്ന മാറ്റത്തെ ഉൾക്കൊള്ളാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതായത് ഈ സദാചാരം പോലീസ് ചമയുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഇവര് സദാചാരക്കാരായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ കൂടെയും പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അത് പറയാൻ പറ്റില്ല. രണ്ടാമത് ഇതില് കേരളത്തിലെ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ മക്കളെ എവിടെ പോകുന്നു, എവിടെ ജോലി ചെയ്യുന്നു, ഏത് സമയത്ത് വരുന്നു എന്ന് അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ട, അവർക്കാണ് ബോധവൽക്കരണം ആവശ്യമുള്ളത്. കാരണം പ്രത്യേകിച്ച് മയക്കുമരുന്നിന്റെ ഒരു പിടിയിലാണ് കേരളം. പുതിയ ഗവൺമെന്റ് വന്ന് പുതിയ പദ്ധതി, മയക്കുമരുന്നിനെ ഇല്ലാതാക്കാൻ വേണ്ടി പുതിയ പദ്ധതികളൊക്കെ വരുന്നു. അതൊക്കെ ഇവരൊക്കെ ഡ്രഗിന്റെ ഭാഗമായിട്ടായിരുന്നോ എന്നുള്ളതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. അതല്ലാതെ സാധാരണ ഇപ്പൊ നമ്മളുടെ എറണാകുളം നഗരത്തിൽ പല സമയങ്ങളിലും പുറത്ത് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും, ഇവിടെ സുരക്ഷിതത്തിന് ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലമാണ്. ഇതുവരെ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഒരു കേട്ടുകേൾവി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെ മർദ്ദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 26 വർഷമായി എറണാകുളം പട്ടണത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ഇതൊരു ഗ്യാങ് പോലെ 2 കൂട്ടർ, അതും എനിക്ക് തോന്നുന്നത് ഏകദേശം സമപ്രായക്കാരാണ് ഇവരെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാവില്ല. ഇതിനൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് ഇതിനകത്ത് വ്യക്തിപരമായി വ്യാഖ്യാനിക്കാൻ പറ്റും. കാരണം അല്ലാതെ ഒരു അപകടകരമായ രീതിയിലേക്ക് കൊച്ചി മാറിയിട്ടില്ല. ഇവിടുത്തെ പോലീസൊക്കെ നല്ല വിജിലന്റ് ആണ്. കൃത്യമായ പട്രോളിംഗ് ഒക്കെ നടക്കുന്ന നമ്മുടെ നാട്ടില് ഒരു അനിഷ്ട സംഭവം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതേസമയം തന്നെ ഇതിനൊരു സന്ദേശമായിട്ട് നമ്മൾ പൊതുസമൂഹത്തിനെടുക്കാം. കാരണം ഇവിടെ ഇങ്ങനെയൊക്കെ ഇത്തരം സംഭവങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാവാം. നമുക്ക്
നമ്മുടെ മക്കളെ കുറച്ചും കൂടി ജാഗ്രതയിൽ വളർത്താനും നടത്താനും ഒക്കെ ഉള്ളൊരു അനുഭവമാക്കി ഇതിനെ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഈ ആക്രമണം ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ IT മേഖലകളുണ്ട്, എന്ന് വെച്ചാൽ രാത്രിയും പകലും അടക്കം ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളുള്ള കമ്പനികളുണ്ട്, അങ്ങനെയുള്ള IT സെക്ടറുകൾ, അങ്ങനെയുള്ള സാധ്യതകളെല്ലാം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇതിപ്പോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വഴക്കാണെങ്കിൽ അല്ലെങ്കിൽ അടിയാണെങ്കിൽ ഉപദ്രവമാണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാകാം എന്നുള്ളൊരു ഭീതി ഇവിടെ സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ലേ? അത് ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരി വെക്കുമ്പോൾ തന്നെ ഞാനൊരു എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഒരു സാഹചര്യത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, ഇപ്പൊ അവര് കമന്റ് അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവര് തിരിച്ച് എങ്ങനെയാണ് അവരെ റെസ്പോണ്ട് ചെയ്തതെന്നുള്ളതും അവരുപയോഗിച്ച ഭാഷ എന്താണെന്ന് നമുക്കറിയില്ല. അതുപോലെ അവര് ഫോൺ തല്ലി പ്രതികൾ ഫോൺ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ചിലപ്പോ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാവാം. നമുക്ക് ആ സാഹചര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറിയുമ്പോഴാണ് മനസ്സിലാവുകയുള്ളൂ. അപ്പോ ഒരു പെട്ടെന്നൊരു സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ ഒരു ഇതാണെങ്കിൽ അതിന് ഒറ്റപ്പെട്ട സംഭവം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് എന്തായാലും ഇത് ആസൂത്രിതമല്ല എന്ന് പറയാൻ കാരണം ഇവരുടെ കൂട്ടത്തിലും പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. അപ്പൊ അവരും ഇതുപോലെ ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവര് ചായ കുടിക്കാനോ ഒക്കെ വന്നതായിരിക്കാം. നമ്മൾ ഈ സമയത്ത് അസമയം എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്കൊരു പൗരന് ഏത് സമയത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സമയം ഈ സംഭവം ഉണ്ടായതിന് ശരിക്കും പോലീസ് വിശദമായിട്ട് അന്വേഷണം നടത്തിയാൽ മാത്രമേ നമുക്കൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ കേരള സമൂഹത്തിന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് അപമാനകരമാണ്, അത് സംശയമൊന്നുമില്ല.